എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇടവക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 2025 മെയ് 14 മിഥുനക്കൂറിലേക്ക് മാറുന്നതാണ്. അതിനുശേഷം ഒക്ടോബർ 18 അതിചാരമായി കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുകയും പിന്നീട് ഡിസംബർ 5 വക്രഗതിയിൽ മിഥുനക്കൂറിലേക്ക് വരികയും 2026 പകുതി വരെ മിഥുനത്തിൽ സഞ്ചരിക്കുന്നതുമാണ്. ഈ കാലയളവിൽ ചിത്ര അവസാനത്തെ 2 പാദങ്ങൾ, ചോതി, വിശാഖം നാളിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള തുലാക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്ന വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വ്യാഴത്തിൻ്റെ അഷ്ടമ രാശി സഞ്ചാരം മൂലം തുലാക്കൂറുകാർ പലർക്കും വിവാഹാദി മംഗള കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരികയും വിവാഹം കഴിഞ്ഞവർ തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാകും. ചിലർക്ക് പണം കൊടുക്കൽ വാങ്ങൽ സംബന്ധമായ പ്രശ്നങ്ങളും വന്നു കാണും. 2025 മെയ് 14 വ്യാഴം ഭാഗ്യസ്ഥാനം എന്ന് പറയപ്പെടുന്ന 9ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതുമാണ്. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇനി മാറും. പ്രതീക്ഷിച്ച തുക കൈവന്നു ചേരും. വേർപിരിഞ്ഞ ദമ്പതികൾ ഒത്തുചേരും. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ യോഗമുണ്ടാകും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ലാത്തവർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സന്താന ഭാഗ്യം ലഭിക്കും. പിതാവുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത മാറും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയം നേടാൻ സാധിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും. തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ജന്മരാശിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദൈവാനുഗ്രഹം അധികരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. വ്യാഴം 3ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ മനോധൈര്യം അധികരിക്കും. യാത്രകൾ മൂലം മനസ്സന്തോഷമുണ്ടാകും. ജോലിയിലുള്ളവർക്ക് അനുകൂലമായ സ്ഥലം മാറ്റവും ഉണ്ടാകും. വ്യാഴം 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സന്താന ഭാഗ്യം ലഭിക്കും. സന്താനങ്ങളാൽ മനസ്സന്തോഷമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും അന്യസംസ്ഥാനത്തോ വിദേശത്തോ പോയി ഉപരിപഠനം പൂർത്തിയാക്കാനും സാധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് തുലാക്കൂറുകാർക്ക് നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂറ് ജനിച്ചവർക്കായുള്ള വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വൃശ്ചികക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.